ചടയമംഗലം സ്വദേശിയായ ധീരജ് ഇനി 5 പേരിലൂടെ ജീവിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അവയവദാനമെന്ന മഹാദാനത്തിന് ധീരജിന്റെ മാതാപിതാക്കൾ സമ്മതം നൽകിയതോടെ ധീരജ് 5 പേരുടെ ജീവിതങ്ങൾക്കാണ് ഇനി വെളിച്ചം പകരുന്നത്. ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചതോടെയാണ് കൊല്ലം ആയൂർ മർത്തോമ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ബികോം 2ാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ധീരജ് ആർ നായരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനമെടുത്തത്. ധീരജിന്റെ 6 അവയവങ്ങളാണ് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2 കിഡ്നി, ലിവർ, ഹൃദയവാൽവ്, 2 കണ്ണുകൾ എന്നിവയാണ് ദാനം ചെയ്തത്. വെഞ്ഞാറമൂട് ഡിപ്പോയിലെ KSRTC കണ്ടക്ടർ രാജേഷ് ജെ ബാബുവിന്റെയും ദീപയുടെയും മകനാണ് ധീരജ്. മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെ മാതാപിതാക്കളെ അഭിനന്ദിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രംഗത്തെത്തിയിരുന്നു. മന്ത്രി വീണ ജോർജ് തന്നെയാണ് അവയവദാനത്തിന്റെ വിവരം ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മരണത്തിലും ജീവിക്കുന്ന ഓർമ്മകൾ നൽകി ധീരജ് മാതൃകയായിരിക്കുകയാണെന്ന് വീണ ജോർജ് കുറിച്ചു. കഠിനമായ അവസ്ഥയിലും അവയവദാനത്തിന് തയ്യാറായ ധീരജിന്റെ അച്ഛന്റെയും അമ്മയുടെയും മനസ്സിന് മുന്നിൽ നമിക്കുന്നുവെന്നും മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചു. ഫെബ്രുവരി 14-ാം തീയതി വൈകുന്നേരം 3 മണിയോടെ കൂടിയാണ് മർത്തോമ കോളേജിന് സമീപത്ത് വെച്ച് ധീരജിന്റെ ജീവൻ അപഹരിച്ച അപകടമുണ്ടായത്. ധീരജും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ധീരജിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് അന്നേ ദിവസം തന്നെ തിരുവനന്തപുരത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ 18-ാം തീയതി വൈകുന്നേരത്തോടെ മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ധീരജിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ തീരുമാനിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം 3 മണിയോടെ ചടയമംഗലത്തെ വീട്ടിൽ നടക്കും.